കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് ക്ഷണിച്ചതിൽ ഏറെ സന്തോഷമെന്ന RLV രാമകൃഷ്ണൻ. ഏറെ ആദരവോടെ കാണുന്ന വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള മോഹം പൂവണിയുകയാണെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു. മോഹിനിയാട്ടം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ചില സാങ്കേതിക കാരണവശാൽ അത് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം കേരളത്തിൽ ജനിച്ച ആരും നൃത്തവുമായി ബന്ധപ്പെട്ട ആരും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലവും. അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളൊരു സംഭവം. അതേസമയം RLV രാമകൃഷ്ണന്റെ കലാമണ്ഡലം കൂത്തമ്പലത്തിലെ മോഹിനിയാട്ടം ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മോഹിനിയാട്ടം നടത്താൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ ചേർന്നുണ്ട്. മനോജ, ഒരുപക്ഷെ RLV രാമകൃഷ്ണൻ ഒരു സമൂഹത്തെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ കലകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾ നേരിടുന്നവരുടെയൊക്കെ ഒരു പ്രതീകമായി RLV രാമകൃഷ്ണൻ മാറുമ്പോൾ ഒരുപക്ഷെ സാംസ്കാരിക കേരളം കൂടുതൽ ചിന്തിക്കുകയാണ് ഇത്തരക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ RLV രാമകൃഷ്ണൻ അത്തരക്കാരുടെ ഒരു പ്രതിനിധി തന്നെയല്ലേ? വിഷ്ണു, ഈ ഒരു കാലഘട്ടത്തിലും നിറത്തിന്റെ പേരിൽ വിവേചനം നേരിടുന്ന അല്ലെങ്കിൽ അങ്ങനെ അവഹേളനം നേരിടുന്ന ഈ RLV രാമകൃഷ്ണനെ പോലുള്ള കലാകാരന്മാർ അവർ പ്രതിനിധീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിനെ തന്നെയാണ്. കാരണം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, വരും തലമുറയ്ക്കും കൂടെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് താൻ പോരാടുന്നത്. ആ പോരാട്ടത്തിനാണ് കേരള ജനതയുടെ ഒന്നടങ്കം പിന്തുണയും കൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ കലാമണ്ഡലത്തിലും അദ്ദേഹത്തെ മോഹിനിയാട്ടത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ചൊവ്വാഴ്ചയിലേക്ക് ഈ മോഹിനിയാട്ടം മാറ്റിവെച്ചിട്ടുണ്ട്. കൂത്തമ്പലത്തിലാണ് വൈകുന്നേരം 5 മണിക്ക് ഈ RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം നടക്കുക. എന്തായാലും സത്യഭാമയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ കലാമണ്ഡലത്തിലെ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പ്ലക്കാർഡുകൾ ഉയർത്തി കോലം കത്തിച്ചുകൊണ്ട് വലിയ തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ RLV കോളേജിലായാലും മറ്റു ക്യാമ്പസുകളിലായാലും RLV രാമകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു കൂട്ടായ്മ തന്നെ രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കലാമണ്ഡലത്തിലെ ക്ഷണം അത് സന്തോഷപൂർവ്വമാണ് ഈ RLV രാമകൃഷ്ണനും ഏറ്റെടുക്കുന്നത്. കാരണം അദ്ദേഹം കുറേ കാലമായി അവിടെ പഠിക്കുന്നുണ്ട്, MPhil ചെയ്തു, അതോടൊപ്പം PhD ചെയ്തു. ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസരം അവിടെ ലഭിച്ചിരുന്നില്ല. കാരണം എല്ലാ പരിപാടി നടക്കുമ്പോഴും ഒരു കാണിയായി അവിടെ വന്ന് അദ്ദേഹം ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിവാദമായി, അതായത് ഇത്തരത്തിലൊരു പരാമർശം നിറത്തിന്റെ പേരിൽ തനിക്കെതിരെ വന്നപ്പോൾ തൻ്റെ കൂടെ നിൽക്കുവാൻ കലാമണ്ഡലം അടക്കം തയ്യാറായി. അദ്ദേഹത്തിന് അവിടെ ചിലങ്ക അണിയുവാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടെ ലഭിക്കുന്നു. ഏറെക്കാലത്ത് ഒരു മോഹം കൂടെ പൂവണിയുകയാണ്. എന്തായാലും ഈ ഒരു ക്ഷണം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനവുമുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു പിന്തുണ ലഭിക്കുന്നു. അതോടൊപ്പം സത്യഭാമയ്ക്കെതിരെ കേരള ജനത ഒന്നടങ്കം പ്രതികരണവുമായി രംഗത്ത് വരുന്നു. അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. സത്യഭാമ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ പോലും വളരെ ധാർഷ്ട്യപൂർവ്വമുള്ള ഒരു പെരുമാറ്റം, അതോടൊപ്പം തന്നെ ഈ കറുത്തവരും വെളുത്തവരും എന്നുള്ള ഒരു വേർതിരിവ് അവിടെ കാണിച്ചുകൊണ്ട്, അതോടൊപ്പം ഈ കലാമേഖലയിൽ കടന്നു വരുന്നവരെ കുട്ടികളെ പോലും കറുത്തവരാണെങ്കിൽ വേദികളിൽ പോകണ്ട, മറ്റ് തെരുവുകളിലേക്ക് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിലൊരു വിവേചനം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്തരം ജാതീയപരമായിട്ടും ഈ വർണ്ണത്തിന്റെ പേരിലുമുള്ള അധിക്ഷേപം, ഈ അധിക്ഷേപങ്ങളെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ജനങ്ങളൊക്കെ ഒന്നടങ്കം നിന്ന് നേരിടുന്നത്. എന്തായാലും ഈ മറ്റൊരു കാര്യം, ഈ 2024 എന്ന വർഷം ഈ കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ വിവിധ മേഖലകളിൽ, കലാരംഗത്ത് മാത്രമല്ല മറ്റു മേഖലകളിലും ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും അവഗണനകളും ഒക്കെ ഈ ഒരു സമൂഹത്തിനുണ്ടാകുന്നു. ജാതീയപരമായിട്ടുള്ള അവഗണനകൾ ഉണ്ടാകുന്നു. അതൊക്കെ തന്നെ RLV രാമകൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇത് തനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പോരാട്ടമല്ല, ഈ ഒരു സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. ഇനി ഇത്തരത്തിലൊരു അനുഭവം ഒരു കുട്ടികൾക്കും ഉണ്ടാകരുത്. അതിനുവേണ്ടി കൂടി തന്നെയാണ് താൻ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം ഈ ചൊവ്വാഴ്ച കലാമണ്ഡലത്തിൽ തന്നെ, അതായത് സത്യഭാമ പഠിച്ചിറങ്ങിയ കലാമണ്ഡലത്തിൽ തന്നെ RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിക്കും. ഇതിൽ കലാമണ്ഡലം നേരത്തെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം
സത്യഭാമയെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുമ്പോഴും ആ ഒരു സ്ഥാപനത്തിനാണ് കളങ്കമുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെയും അവഹേളനങ്ങളുടെയും ഒക്കെ കലാമണ്ഡലം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് വളരെയധികം കളങ്കമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് അറിയപ്പെടുവാൻ ഇവർ യോഗ്യല്ല എന്നുള്ള കാര്യമാണ് അവിടെയുള്ള വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം പറയുന്നത്. അതോടൊപ്പം ഈ സത്യഭാമയെ തള്ളിക്കൊണ്ട് കലാമണ്ഡലത്തിന്റെ അധികൃതരും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പോകുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.